കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് നാടൻ വാളംപുളിയും കൊടംപുളിയും ശേഖരിക്കാൻ വേണ്ടി പോകട്ടോ. നമുക്ക് അതിന്റെ സെയിലുണ്ടല്ലോ. വളരെ വൃത്തിക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഉണങ്ങിയെടുക്കുന്ന, കുരു കുത്തി കളഞ്ഞിട്ട് ഉപ്പും ചേർത്തിട്ട് ഉണങ്ങിയെടുക്കുന്ന വാളംപുളിയും അതുപോലെ തന്നെ കൊടംപുളിയും, വെയിലത്തിട്ടുണങ്ങിയും പുകയത്തിട്ടുണങ്ങിയും ഒക്കെ എടുക്കുന്ന കൊടംപുളിയും നമ്മൾ സെയിലുണ്ട്. ഭയങ്കര വൃത്തിക്ക് ഒറിജിനലായിട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചില കാര്യങ്ങൾ കാണിച്ചു തരാം. പോകുന്ന വഴിക്ക് നമുക്ക് ചില കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യാം. ഇതുപോലെ ഒരു ഔട്ടർ കവറുണ്ട് വാളംപുളിക്ക്, അറിയാലോ. എന്നിട്ട് നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു കളറിലാണ് നമുക്ക് പുളിമരത്തിൽ നിൽക്കുക. അതിൽ നിന്ന് ഈ ഒരു പുറന്തോട് കുത്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിലുള്ള നാരോട് കൂടിയിട്ടുള്ള ഇതുപോലത്തെ പുളിയാണ് നമുക്ക് കിട്ടുക. ഒരു മെറൂൺ കളർ, കാപ്പിപ്പൊടി കളറിൽ. എന്നിട്ട് ഇത് ഓരോന്ന് കുത്തി എടുത്തിട്ട് അതിന്റെ കുരു കുത്തി കളഞ്ഞിട്ട് നമ്മൾ ഇത് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണങ്ങിയെടുക്കുമ്പോഴാണ് അത് നമുക്ക് പ്രിസർവ് ചെയ്യുന്ന രീതിയിലേക്ക്, എത്ര കാലം വേണേലും സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വാളംപുളി മാറുന്നത്. അപ്പൊ ഇതെല്ലാം അങ്ങനത്തെ നാടൻ വാളംപുളിയാണ് കേട്ടോ. ഇതുപോലത്തെ ഒരു കവറിലാണ് ഇത് നമുക്കിങ്ങനെ കിട്ടുക. അപ്പൊ ഇതാണ്. പിന്നെ കുടംപുളിയും അതുപോലെ തന്നെ നമുക്ക് പിന്നെ വെയിലത്തിട്ട് അല്ലെങ്കിൽ പുകയത്തിട്ട് നമുക്ക് ഉണങ്ങിയെടുക്കാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോ വാളംപുളിയാണ് മേടിക്കാൻ പോകുന്നത്. കുടംപുളി ഓൾറെഡി ഞാൻ നമ്മുടെ നാടൻ കുടംപുളി ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ്. അപ്പൊ ഇനി കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് കാറിലിരുന്നിട്ട് വിശേഷങ്ങൾ പറയാം. അപ്പൊ ഇതാണ് സംഭവം നമ്മൾ മേടിക്കാൻ പോകുന്നത്. ഒറിജിനൽ നമുക്ക് നമ്മുടെ നാടുകളിൽ നിന്ന് ശേഖരിക്കുന്ന, വീട്ടമ്മമാരും അങ്ങനെ വീടുകളിൽ നിന്ന് കൊണ്ടു കൊടുക്കുന്ന നാടൻ പുളികൾ നമുക്ക് ഒന്നിച്ച് കളക്ട് ചെയ്തിട്ട് നമ്മളത് എടുക്കുക ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ പോവുക ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വഴിയെ ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പൊ നമുക്കിനി ഗേറ്റ് ഒക്കെ അടച്ചിട്ട് നേരെ പോകാം. വേഗം പോയിട്ട്, ഓൾറെഡി നമുക്കത് കളക്ട് ചെയ്ത് വെക്കാൻ ഞാൻ ഒരാളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുള്ളി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വീടുകളിൽ നിന്നുള്ള പുളികൾ. അപ്പൊ അത് എടുക്കാൻ വേണ്ടി പോകണം. അതാണ് കാര്യം. അപ്പൊ പോയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ പറയാട്ടാ. പണ്ട് മുതൽ നമ്മൾ കേട്ടേക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ പുളി, വാളംപുളിയും കൊടംപുളിയൊക്കെ മേടിക്കുന്ന കൊടംപുളി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പുളി തന്നെയുണ്ട്, അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പോലും. പിന്നെ വാളംപുളിയാണെങ്കിലും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വളരെ വൃത്തികെട്ട അന്തരീക്ഷത്തിൽ ഉണക്കമീനും അതെ, കൊടംപുളിയും അതെ, ഉണക്കമീനും അതെ, വാളംപുളിയും അതെ, ഇങ്ങനെ ഭയങ്കര വൃത്തികെട്ട അന്തരീക്ഷത്തിൽ ഇവരിങ്ങനെ ഇട്ട് ഉണങ്ങി, അതായത് എന്താ പറയാ, ആദ്യമൊക്കെ ഞാൻ പുളി ശേഖരിച്ചുകൊണ്ടിരുന്നത് നമുക്ക് വീട്ടിൽ തന്നെ കൊണ്ടുതരും. നമ്മുടെ നാടുകളിൽ നിന്ന് നടന്ന് പുളി ശേഖരിച്ചിട്ട് വീടുകളിൽ നിന്ന് പുളി ശേഖരിച്ചിട്ട് കൊണ്ടുതരുന്ന ചേട്ടനുണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ ഒരു ദിവസം വന്നിരുന്ന് ഇങ്ങനെ കിശയൊക്കെ പറയുന്ന കൂട്ടത്തിൽ ചേട്ടൻ പറഞ്ഞു, ചേട്ടൻ ഈ കച്ചവടം തുടങ്ങിയ സമയത്ത് തമിഴ്നാട്ടിൽ പോയിട്ട് പുളി എടുക്കാന്ന് ഓർത്തിട്ട് പോയി. അവിടെ നിന്നുള്ള എല്ലാ സാധനം നമുക്ക് വരുന്നത്, പച്ചക്കറിയും പുളിയും അത് ഇതൊക്കെ. എന്നിട്ട് ഈ ചേട്ടൻ പോയി ചെന്നപ്പോ കണ്ട കാഴ്ച എന്ന് പറയുന്നത്, 3-4 ആണുങ്ങള് ഇതുപോലെ ചെരുപ്പിടാതെ വെള്ളവും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക, പുളി ഇങ്ങനെ വാളംപുളി നിറച്ചിട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഉപ്പ് ലോഡ് കണക്കിന്, ചാക്ക് കണക്കിന് ഉപ്പ് ഇതിനകത്തേക്ക് മറിക്കുക, എന്നിട്ട് അതിനകത്തോട്ട് കുറെ വെള്ളം ഒഴിക്കും, എന്നിട്ട് ചവിട്ടി കൂട്ടുവന്ന്. അങ്ങനെ ചവിട്ട് പുളിയാണ് നമുക്ക് ഈ അളിഞ്ഞ പുളിയായിട്ട് കടകളിൽ ഇരിക്കുന്നത്. അത് ഒരിക്കലും മേടിക്കരുത് നിങ്ങൾ. അത് ഈ ചേട്ടൻ കണ്ട കാര്യം പറയുന്ന കേട്ടോ. ഞാൻ നേരിട്ടുണ്ടല്ലോ, പക്ഷെ എനിക്ക് ഊഹിച്ചിട്ടുണ്ട് ഞാൻ. കാരണം ഞാനിപ്പോ കാണിച്ചെന്നില്ലേ നിങ്ങൾക്ക് പുളി എങ്ങനെ ഇരിക്കുന്നത്. ഇതുപോലെ മരത്തിൽ നമ്മുടെ ഇവിടെയൊക്കെ നിറച്ച് പുളിമരങ്ങളുണ്ട്. എല്ലാ വീട്ടിലും പുളിമരങ്ങൾ തന്നെ ഉണ്ട്. അങ്ങനെ നമുക്കറിയാം, നമ്മുടെയൊക്കെ വീട്ടിലുണ്ട്. അപ്പം ഇങ്ങനെ പുളി ഇങ്ങനെ ഉണങ്ങിയ കിട്ടുക, ഒരു മെറൂൺ കളർ തോടുമായിട്ട് ഓൾറെഡി ഉണങ്ങിയ പുളിയാണത്. എന്നിട്ട് അത് പിന്നെയും വെയിലത്തിട്ട് ഉണങ്ങുമ്പോഴാണ്, ഉപ്പ് ചേർത്തിട്ട് പിന്നെയും വെയിലത്തിട്ട് ഉണങ്ങുമ്പോഴാണ് അത് പ്രിസർവ് ചെയ്യുന്ന കോലത്തിലേക്ക് എത്തുക. അപ്പൊ അതൊരിക്കലും ആളി വെളിയിന്നാകത്തില്ല. നല്ല ഡ്രൈ ആയി തന്നെ ഇരിക്കണം പുളി, ഒറിജിനൽ ആണെങ്കിൽ. അങ്ങനെ. അപ്പൊ ഈ അളിഞ്ഞ പുളി എന്ന് പറഞ്ഞാൽ ഇത് കനം കൂട്ടാനാണ് ഇവർ ഈ പരിപാടി ചെയ്യുന്നത്. ഉപ്പും ലോഡ് കണക്കിന് ഉപ്പും തട്ടും, എന്നിട്ട് പിന്നെ വെള്ളവും ഒഴിക്കും. അങ്ങ് കുറേ ചവിട്ടി കൂട്ടും, പിന്നെയും വെള്ളം ഒഴിക്കും. അങ്ങനെ ഇവരുടെ പരിപാടി ചെയ്യുന്നത്. അപ്പൊ ഈ ചേട്ടൻ ഇത് കണ്ടിട്ട് ഛർദ്ദിക്കാൻ വന്നിട്ട്, ചേട്ടൻ പുളിയും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അന്ന് തിരിച്ചു പോന്നു. ഉറപ്പായിട്ട് ഇപ്പോഴും ഓർക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരുമെന്ന് ചേട്ടൻ പറഞ്ഞു. അപ്പൊ ഞാൻ അന്നേരം പറഞ്ഞു, എനിക്കിത് പണ്ടേ തോന്നിയിട്ടുണ്ട്, ഇവര് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് അളിഞ്ഞ സിറ്റുവേഷനിൽ നിന്നായിരിക്കും ഈ പുളി വരുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ കൊയവയാന്നുള്ള പുളി ഞാൻ ഒരിക്കലും, പുളി എന്ന് പറയുമ്പോൾ വായന വെള്ളം വരുന്നു, പുളി ഞാൻ ഒരിക്കലും മേടിക്കാറില്ല. അങ്ങനെ ഡ്രൈ ആയിട്ട് നല്ല വീടുകളിലെ പുളി, ഒന്നെങ്കിൽ വീടുകളിലെ പുളി ശേഖരിക്കും, അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഉണ്ട്, അത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെയാണ്. ഈ അളിഞ്ഞ പുളി ഞാൻ ഒരിക്കലും മേടിക്കാറില്ല. അത് പണ്ടേ എനിക്ക് അറപ്പാന്ന് ഓൾറെഡി നമ്മുടെ 6th സെൻസ് കൊണ്ട് തന്നെ നമ്മളത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ ചേട്ടനും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കത് ഭയങ്കര ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. നമ്മുടെ ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ഉണങ്ങിയ പുളി നമുക്ക് കണ്ടറിയാം, സേഫ് ആയിട്ടുള്ള പുളി. അങ്ങനത്തെ പുളി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ എനിക്ക് ടെൻഷൻ, എവിടെന്നെങ്കിലും അതുപോലത്തെ കിട്ടിയെങ്കിൽ നമ്മുടെയൊക്കെ തീർന്നു കഴിയുമ്പോൾ അങ്ങനെ. അപ്പൊ ഞാൻ ഓർത്തെ ഇത്രയും അളിഞ്ഞ പുളി എല്ലാരും മേടിച്ചത്. അപ്പൊ നമുക്ക് ഇതുപോലെ വയനാട്ടിൽ ഇഷ്ടം പോലെ നമുക്ക് നാടൻ പുളി കിട്ടും. കൊടംപുളിയും വാളംപുളിയും നമുക്ക് ശേഖരിക്കാൻ പറ്റും നല്ല വീട്ടുകാരിൽ നിന്ന്. എന്നുവെച്ചാൽ ഇവിടുത്തെ കർഷകരെല്ലാം ഇച്ചിരി സാധനം ഉണ്ടാക്കിയാലും അതെല്ലാം കടകളിൽ കൊണ്ട് കൊടുത്ത് വിറ്റിട്ടാ ജീവിക്കുന്നത്. ബിസിനസ്സുകാരും അല്ലാത്തവരെ കർഷകരെല്ലാരും അല്ലാത്തവരെല്ലാം. അപ്പൊ എല്ലാം മഞ്ഞളും ഇഞ്ചിയും കപ്പയും ചേനയും ചേമ്പും എല്ലാ സാധനവും കടകളിൽ കിട്ടും. അങ്ങനെയാണ്. അപ്പൊ
നമ്മളൊന്ന് നോക്കി നടന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഇഷ്ടം പോലെ ചവിട്ടുപുളി അളിഞ്ഞ പുളി വരുന്നുണ്ട് കേട്ടോ, നമുക്ക് കടകളിലിരിക്കുമ്പോൾ കാണാം. അതങ്ങ് മുഖം ധരിക്കുക നമ്മൾ, അത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഇപ്പൊ വീടുകളിൽ നമ്മൾ ശേഖരിക്കുന്ന പുളി നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് ഒന്നോടെ ഡ്രൈ ആക്കി എടുത്തിട്ട് നമ്മളിത് സെയിലിനെടുത്തത്. അങ്ങനെ കുരു കുത്തും. അപ്പോൾ കുറച്ച് കുരുവൊക്കെ അതിൽ പെട്ട് പോകും, 1-2 കുരുവൊക്കെ. അല്ലാതെ മാക്സിമം കുരു കുത്തി കളഞ്ഞിട്ടാണ് നമ്മളത് സെയിൽ ചെയ്യുന്നത്. ഒത്തിരി ഉപ്പ് ചേർത്തിട്ടല്ല, അത് ഓരോരുത്തരുടെ ആവശ്യം പോലെ. പിന്നീട് നമ്മൾ ഒത്തിരിയൊക്കെ കൂടുതൽ നിങ്ങൾ മേടിച്ച് വെക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 3-4 കിലോ പുളിയൊക്കെ മേടിച്ച് വെക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി വെതറിയിട്ട് ഒന്നോടെ വെയിലത്ത് വെച്ച് ഉണങ്ങിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിസർവ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ നോർമലി ഒരു കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്, അപ്പൊ അത് മാത്രം മതി. ഓവർ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ പുളിക്ക്. അങ്ങനെ നമ്മൾ കുറച്ച് മേടിച്ച് അത് യൂസ് ചെയ്ത് തീർന്നു കഴിയുമ്പോൾ നമ്മൾ അടുത്ത് മേടിക്കുക, അതല്ലേ സേഫ്. അങ്ങനെ അപ്പൊ അതിന് ആവശ്യത്തിന് ചെറിയ രീതിയിലാണ് നമ്മൾ ഉപ്പ് ചേർത്തേക്കുന്നത്. അപ്പൊ ആ രീതിയിലുള്ള നല്ല നാടൻ പുളിയാണിത്. അപ്പൊ പുളി വിശേഷം ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഈ അളിഞ്ഞ പുളി മേടിച്ചിട്ട് ഓരോരുത്തർ ചവിട്ടി കൂട്ടി സത്യം ഓൾറെഡി ഇവര് എങ്ങനെയുള്ള എല്ലാം ഇങ്ങനെ വഴിയേരിയിൽ അപ്പിയൊക്കെ ഇട്ടിട്ട് അവിടെ ഇട്ട് ഉണങ്ങുന്നതെന്നാ കേട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ്. പിന്നെ ഒരു വിശേഷം പറയാനുള്ളത്, നമ്മുടെ ഗരം മസാലയുടെ ആദ്യത്തെ ബാച്ച് കംപ്ലീറ്റ് തീർന്നു. അപ്പൊ നമ്മളിപ്പോ രണ്ടാമത്തെ ഗരം മസാലേന്റെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്നലെ പോയി സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് വന്നു. അതിന് ചേർക്കേണ്ട എല്ലാ സാധനവും ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കസകസ മുതൽ എല്ലാ സാധനവും. ഏലക്കായ്ക്ക് ഭയങ്കര വിലയാട്ടോ. കുരുമുളക്, ഏലക്കായ എല്ലാം ഉണ്ട്. കറുവപ്പട്ട, വഴനയില, അതുപോലെ എല്ലാ സാധനങ്ങളും. സാജീരകം, പെരിഞ്ചീരകമാണ് ഏറ്റവും കൂടുതൽ നമ്മളതിൽ ഉപയോഗിക്കുന്നത്. പെരിഞ്ചീരകം, അതുപോലെ മല്ലിമുളക്, എല്ലാ സാധനങ്ങളും. പിന്നെ തക്കോലം, അതുപോലെ ജാതിക്കായ, ജാതിപത്രി, എല്ലാ സാധനം. അങ്ങാടി 60 നമ്മളത് ചേർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ നന്നായിട്ട് കഴുകണമെങ്കിൽ ആദ്യം നമ്മളതിന്റെ കറക്റ്റ് തൂക്കത്തിൽ തൂക്കിയെടുക്കും എല്ലാം. അതിനുശേഷം അതെല്ലാം കഴുകും. നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ചൂരൽ, നമുക്ക് പിന്നെ മുറം പോലെയുള്ള ഓടയുടെയും മുളയുടെയും ഒക്കെ വട്ടത്തിലുള്ള നല്ല മുറം പോലത്തെ വലിയ വട്ടത്തിലുള്ള മുറമുണ്ട്. അപ്പം അതിനകത്തേക്ക് ഇട്ടിട്ടാണ് അതിനകത്ത് നമ്മൾ കോട്ടന്റെ തുണി ആദ്യം നിരത്തും. അത് കഴുകി ഉണങ്ങിയെടുത്ത് കോട്ടന്റെ തുണി. അപ്പം അതിനകത്തേക്ക് നമ്മൾ ഇതെല്ലാം നിരത്തിയിട്ട് നമുക്ക് തട്ടുണ്ട്. ആ തട്ടിൽ വെച്ചിട്ടാണ് നമ്മളിതൊരു 4-5 ദിവസം കഴുകിയത് ഉണങ്ങിയെടുക്കുന്നത്. അങ്ങനെ ഉണങ്ങിയെടുത്തിട്ട് നമ്മുടെ തന്നെ മില്ലുണ്ട്, അവിടെ പോയിട്ട് പൊടിപ്പിക്കും. എന്നിട്ട് പൊടിപ്പിച്ചിട്ട് നമ്മൾ തന്നെ പാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ല വൃത്തിക്ക് കഴുകി ഉണങ്ങി ഒരു മായവും ചേർക്കാതെ നമ്മളത് നല്ല വൃത്തിക്ക് പാക്ക് ചെയ്യുന്ന നമ്മുടെ ഗരം മസാലയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പൊ അത് എല്ലാ കറികൾക്കും ഉപയോഗിക്കാം. ഫിഷ് കറി ഒഴിച്ച് ബാക്കി ഏത് കറിക്കും സൂട്ടാവുന്ന വിധത്തിൽ നമ്മളെല്ലാം അതിനകത്ത് ചേർത്തിട്ടുണ്ട്. മട്ടൻ ഉപയോഗിക്കാം, പന്നിയിറച്ചിക്ക് ഉപയോഗിക്കാം, പിന്നെ ബീഫ്, അതുപോലെ ചിക്കൻ കറിക്ക് എല്ലാത്തിലും ഉപയോഗിക്കാൻ പറ്റുന്ന മന്തിക്ക് ഞാൻ സെയിം സാധനം ഉപയോഗിക്കുന്നത്. അങ്ങനെ മന്തി ചിക്കൻ ഞാനത് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത്, ഇതിട്ടിട്ടുണ്ടാക്കുന്നതൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ നമ്മൾ ഓൾറെഡി ഇന്നലെ മേടിച്ചിട്ടുണ്ട്. ഇന്ന് അതെല്ലാം നമ്മൾ അളന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ വേണം, അങ്ങനെ ഇട്ടിട്ട് പോരാൻ പറ്റില്ല. ഉച്ച കഴിയുമ്പോൾ മഴ പെയ്യും. അപ്പൊ നമ്മൾ നാളെയായിട്ട് അത് കഴുകി നന്നായിട്ട് ഉണങ്ങാനിടും. എന്നിട്ട് പിന്നെ ഒരു 3-4 ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് വറുത്തിട്ട് പൊടിക്കുന്നത്. അപ്പം ഇത്രയും പ്രോസസ്സാണ് ചെയ്യാനുള്ളത്. പിന്നെ അത് പാക്കിങ് അങ്ങനെയൊക്കെ. അപ്പൊ അത് വേണ്ടവര് പെട്ടെന്ന് തന്നെ ഓർഡർ തന്നോളൂ കേട്ടോ. ഇപ്പം മുതൽ ഓർഡർ തന്നാലാണ് എനിക്ക് പ്രോസസ്സ് എല്ലാം കഴിയുമ്പോഴത്തേക്കും അത് നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആദ്യം തന്നവർക്ക് എനിക്ക് ഈ മാസത്തെ കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ്. പിന്നെ നിങ്ങൾ ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കത്തേ ഇല്ല. ഇത് തീർന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ അടുത്ത ബാച്ചിന് ഉണ്ടാക്കുള്ളൂ. കാരണം അങ്ങനെ പൊടിച്ച് വെക്കാൻ എനിക്ക് പ്ലാൻ ഇല്ല. അങ്ങനെ ഒത്തിരി ഓർഡർ വന്ന് കിടപ്പുണ്ട്. അപ്പൊ നമ്മളിപ്പോ ചെയ്യുന്നതന്നെ അതിനകത്ത് തികഞ്ഞു പോകുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പൊ അങ്ങനെ എന്നാലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് ഇവിടുന്ന് ആദ്യം തന്നെ ഓർഡർ തന്നോളൂ. അങ്ങനെയാണ് നമ്മുടെ ഗരം മസാലയുടെ കിച്ചകള്. അങ്ങനെയൊക്കെയാണ്. പിന്നെ നമുക്ക് ഒത്തിരി പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് അറിയാലോ. കസ്തൂരി മഞ്ഞൾ മുതൽ ഒത്തിരി ബ്യൂട്ടി പ്രോഡക്റ്റുകളും, അതുപോലെ തന്നെ മില്ലറ്റ്സ്, കോഫി ക്യൂബ്സ് ഒക്കെ നിങ്ങൾ മേടിച്ച് വെച്ചോളൂ കേട്ടോ. അത് പിന്നെ മഴയായി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പറ്റൂല, അത് പൂത്തു പോകാൻ തുടങ്ങും. അതുകൊണ്ട് ഇപ്പോഴേ തന്നെ മേടിച്ച് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോഴേ തന്നെ മേടിച്ചിട്ട് നമുക്ക് ഒന്നോടെ ഒന്ന് ഡ്രൈ ആക്കിയിട്ടൊക്കെ നല്ല ചില്ലിന്റെ ഭരണിയിലേക്ക് ഇട്ട് വെച്ചിട്ട് ഒന്നുകിൽ ഫ്രിഡ്ജിൽ തന്നെ വെക്കുക, അല്ലെങ്കിൽ പുറത്ത് ഈർപ്പടിക്കാതെ പൂത്തു പോവാതെ നമ്മൾ സൂക്ഷിച്ചെടുക്കുക. അതിനകത്ത് നിന്ന് എടുക്കുമ്പോൾ ഒക്കെ നനഞ്ഞ കൈ കൊണ്ടോ അല്ലെങ്കിൽ നനഞ്ഞ സ്പൂണും കൊണ്ടോ ഒന്നും എടുക്കാതെ ഡ്രൈ ആയിട്ടുള്ള സ്പൂണും കൊണ്ടൊക്കെ എടുക്കുക. നല്ല കൈ നന്നായിട്ട് കഴുകി തുടച്ചിട്ട് മാത്രം എടുക്കുക. അങ്ങനെ പൂത്തു പോവാതെ സൂക്ഷിക്കുക. ഒരു ഡപ്പയിലാക്കി വെച്ചിട്ട് അങ്ങനെയൊക്കെ സൂക്ഷിക്കുക. അങ്ങനെ പൂത്തുപോയതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയാണ്. അതൊക്കെയാണ് നമ്മുടെ ഒരേ പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള വിശേഷങ്ങൾ. ചെറുപ്പത്തിലെ പാവം കൊച്ചിനെ കൊണ്ട് പുറത്ത് പോകുമ്പോൾ എപ്പോഴും ഞാൻ ഇവനോട് പറയും, നിനക്ക് ഉണ്ടൻ ചായ വേണോടാന്ന് ചോദിക്കും കേട്ടോ. അങ്ങനെ അത് എപ്പോഴും പറയാറുണ്ട് കൊച്ചനോട്, അമ്മ ഉണ്ടൻ ചായ മേടിച്ചോ അങ്ങനെ പറയാറുണ്ട്. ഇപ്പൊ ഞാൻ തിരിച്ചായി അവനോട് പറച്ചിലാടാ എനിക്ക് ഉണ്ടൻ ചായ മേടിച്ചാടാന്ന് പറഞ്ഞൊരു ഷോപ്പിൽ കയറിയിട്ടോ അവിടെ ഇരുന്ന് കഴിക്കുവാണേ.
സത്യം പറയാനോ കൂട്ടുകാരെ, ഇങ്ങനെ വൃത്തിയുള്ള കടയിൽ കയറണമെന്നേ ഉള്ളൂ. ഇതുപോലെ ചെറിയ ചെറിയ ഷോപ്പുകളിൽ കയറിയിട്ട് അവിടുന്ന് കിട്ടുന്ന നാടൻ കടികളുണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ സുഖിയനും പരിപ്പോടെയൊക്കെ മേടിച്ചു. ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെയുള്ള നാടൻ കടികൾ. അങ്ങനെ ഒരു ഓപ്പൺ കടയിൽ കയറിയിരുന്ന് കഴിക്കുന്ന ഒരു പ്രത്യേക ഫീലിങ്സ് ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഈ ഭാഗത്ത് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി വരുമ്പോൾ ഒക്കെ കയറുന്ന ഒരു ഷോപ്പുണ്ട്. അവിടെ കയറിയിട്ട് പിന്നെ ചായയും സുഖിയനും പരിപ്പോടെയൊക്കെ മേടിച്ചു. അതൊക്കെ ഇരുന്ന് കഴിക്കുവാണ്. എന്നിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങ് തിരിച്ചു പോകണം. വേറെ പരിപാടികളൊന്നും ഇവിടെ ഇല്ല. തിരിച്ചു പോരുന്ന വഴിക്ക് ഞാൻ പറയാറില്ലേ, കാര്യമ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് സെഞ്ചുറി പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ ഹോൾസെയിൽ പ്ലാസ്റ്റിക് കടയുണ്ട്. എല്ലാ സാധനം കിട്ടും അവിടെ, ഇരുമ്പ് പ്ലാസ്റ്റിക് എല്ലാം കിട്ടും കേട്ടോ. നല്ല ലാഭമുണ്ട് അവിടെ. വലിയ ലോറികളൊക്കെ വന്നിട്ട് ഇവിടുന്ന് ഹോൾസെയിൽ ആയിട്ട് സാധനങ്ങളെല്ലാം പോകുന്നത് വയനാട്ടിലും കേരളത്തിലും എല്ലായിടത്തോട്ട് പോകുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ കയറി, നമ്മുടെ വീടിന്റെ അടുത്താണ് ഈ ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ കയറിയിട്ട് ഇവിടെ എല്ലാത്തിനും ലാഭമുണ്ട് കേട്ടോ കൂട്ടുകാരെ. ബാക്കി കടകളിൽ ഇതിന്റെ ഇരട്ടി വിലയായിരിക്കും സെയിം സാധനത്തിന്. അപ്പൊ ഞാൻ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി കയറിയതാ. അതിനെത്രയാ? അതും താഴത്തേന് എത്രയാ? താഴത്തെ എടുത്തു. അല്ല, ഇത് ഇച്ചിരി വലിയ പൈനാപ്പിൾ ഒക്കെ ഇടാൻ അതെടുത്തു. മറ്റേ അതിലെടുക്കാം. ഈ ഷോപ്പിൽ കിട്ടാത്ത ഒന്നുമില്ല കൂട്ടുകാരെ. അപ്പൊ ഞാൻ ഇവിടുന്ന് എല്ലാ പ്രാവശ്യവും ഓരോ സാധനങ്ങൾ വാരി വലിച്ച് മേടിക്കും കേട്ടോ. വാരി വലിച്ചെന്നല്ല, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ചവിട്ടിയൊക്കെ ഇങ്ങനെ നിലത്തിരുന്ന് ചവിട്ടിയൊക്കെ ഇല്ല, അതെല്ലാം ഞാൻ ഇവിടുന്ന് എടുക്കുന്നത് കേട്ടോ. എല്ലാ പ്രാവശ്യം വരുമ്പോൾ 2-3 എണ്ണം വെച്ച് എടുത്തോണ്ട് പോകും. അപ്പോൾ ഒരെണ്ണം കഴിയിടുമ്പോൾ ബാക്കി എല്ലാ റൂമുകളിലും ഹാളിലും ഒക്കെ നമുക്ക് ഇടാൻ മാത്രം കിട്ടും. അങ്ങനെ ഓരോരോ സാധനങ്ങൾ നോക്കിയാൽ മേടിക്കുമായിരുന്നു കേട്ടോ. അശ്വിൻ അവന്റെ ആവശ്യങ്ങൾക്കുള്ള കുറെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ്. ഞാൻ എന്റെ വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഇവിടുന്ന് എടുക്കും. ഇത് കണ്ടോ കൂട്ടുകാരെ, ഒരു സാധനത്തിന്റെ തന്നെ ഇപ്പം ഒരു സ്പൂണോ തവിയോ ഒക്കെ ആണെങ്കിൽ അതിന്റെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒത്തിരി ഐറ്റംസ് ഉണ്ട്. അങ്ങനെയാണ്, ഭയങ്കര സെലക്ഷൻ ഉണ്ട് ഇവിടെ. പ്ലസ് എല്ലാ സാധനങ്ങളും ഉണ്ട്, സ്റ്റീല്, പ്ലാസ്റ്റിക്, ഇരുമ്പ്, എല്ലാം ഉണ്ട് ഇവിടെ. ഇങ്ങനെ കടകളിലേക്കൂടെ കയറി ഷോപ്പിങ്ങിന് വേണ്ടി വായി നോക്കി നടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ. അങ്ങനെ നോക്കി നടന്നപ്പോൾ ഇരുമ്പിന്റെ ഒരു ദോശ കല്ല്. ഇനിയിപ്പോൾ ഇത് എന്റെ മനസ്സിൽ ഇങ്ങനെ വിഷമായി, ഇത് മേടിച്ചില്ലേ ഭയങ്കര വിഷമാവും. അപ്പൊ ഇത് മേടിക്കണം വേണ്ടോ, വീട്ടിലുള്ള എല്ലാം ഞാൻ എന്റെ മനസ്സിൽ റിവൈൻഡ് ചെയ്ത് നോക്കുമായിരുന്നു, ഇതുപോലത്തെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. ഇനി നമ്മളിവിടെ ബില്ല് കൊടുത്തിട്ട് നേരെ നമ്മൾ പോകും. ഇനി നമുക്കിവിടെ വേറെ പർപ്പസുകളൊന്നുമില്ല, നേരെ വീട്ടിലേക്ക് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ പോകാം. പോണ വഴിക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ പോന്നു. ഭയങ്കര ചൂട്, കറ വന്നിരുന്നിട്ട് എ സി ഇട്ടാലേ ഇനി സമാധാനമുള്ളൂ. അപ്പോൾ ഇവിടെ വന്നിട്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര മനസ്സമാധാനമാണ്. എന്തെങ്കിലുമൊക്കെ കിട്ടും നമുക്ക് കിച്ചണിലേക്കും അതിലേക്ക് ഇതിലേക്ക് സന്തോഷമായിട്ട്. പിന്നെ ഞാൻ കാസ്റ്റേണിൻ്റെ ഒരു ഫ്രൈ പാൻ കണ്ടുവച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് 3-4 പക്ഷെ ഈ ഒരു ടൈപ്പ് ഇല്ല. ഒന്നോടെയൊക്കെ നോക്കിയിട്ട് അത് അടുത്ത പ്രാവശ്യത്തേനെ മേടിക്കാൻ നടത്തിട്ട് അവിടെ നോക്കി വെച്ചു. ചപ്പാത്തി പ്രസ് മേടിച്ചു, പിന്നെ ഒരു തേങ്ങേരൻ്റെയൊക്കെ മേടിച്ചു. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ കിച്ചണിലേക്ക് ലേഡീസിന് അങ്ങനെയല്ലേ, എന്തെങ്കിലും ഒരു പുതിയ സാധനമൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അന്ന് ഭയങ്കര സന്തോഷമല്ലേ. അങ്ങനെയല്ലേ, ഭയങ്കര ആർത്തിയാണ് നമുക്ക് അതിന്റെ പാത്രങ്ങൾ അത് ഇത് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു പിന്നെ ഭരണിയൊക്കെ കിട്ടി. അങ്ങനെയാണ്. അത് എനിക്കും അശ്വിനും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഞാനെല്ലാം സ്ട്രൈറ്റ് ഫോർവേഡേ ചിന്തിക്കത്തുള്ളൂ. ഇപ്പൊ കണ്ടോ, ഞാൻ 900 രൂപേന്റെ അത് അല്ല 600 രൂപേന്റെ അത് കെട്ടി തൂങ്ങി പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അശ്വിൻ അവനിങ്ങനെ, ഞാൻ അവനെ ഇടയ്ക്ക് കളിയാക്കൂട്ടോ, നീ ദോഷയ്ക്ക് തീർക്കായതുകൊണ്ട് നിനക്ക് നെഗറ്റീവ് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്, നിനക്ക് കുരുട്ടുബുദ്ധി കൂടുതലായതുകൊണ്ട്. പക്ഷെ അങ്ങനെയല്ല, അത് ബുദ്ധി കുറച്ചുകൂടി കൂടുതൽ ബുദ്ധിയുള്ളവരുടെ ലക്ഷണമായിരിക്കും. കറക്റ്റായിട്ട് അവൻ പെട്ടെന്ന് തന്നെ ഒറ്റ സെക്കൻഡ് കൊണ്ട് പറഞ്ഞോ, നമുക്ക് 2 എടുക്കാൻ പറ്റില്ല, ഇത് 2 സെയിം അല്ലേ, പിന്നെ എന്താ പറഞ്ഞാൽ അങ്ങനെയല്ല. അപ്പൊ ഞാനത് 2 ചാട്ടി എടുത്തു. അങ്ങനെയാണ്. എനിക്ക് ബൾബ് കത്തി വരുമ്പോൾ ഇച്ചിരി സമയം എടുക്കും, അങ്ങനെ അതൊരു പ്രശ്നമുണ്ട്. അങ്ങനെ അപ്പൊ ഞാൻ ചില്ലിൻ്റെ ഒക്കെ എടുത്ത് പിന്നെ പൈനാപ്പിൾ മേടിച്ചിട്ടുണ്ട്. പൈനാപ്പിൾ നമുക്കത് ഉപ്പിലിടും പോലെ ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതെനിക്ക് ഭയങ്കര കുറേ നാളായി. നമ്മളങ്ങനെ എപ്പോഴും ഒരേ സാധനങ്ങൾ ഇങ്ങനെ ഉപ്പിലിടും. അങ്ങനത്തെ എന്താ ബീട്രൂട്ടും സവാളയും കൂടി ഇടും, അതുപോലെ തന്നെ മാങ്ങ അങ്ങനത്തെ എല്ലാം പുളി ഇടും, പൈനാപ്പിള്, മുന്തിരിങ്ങ. ഈ ഇടയ്ക്ക് ഞാൻ കേട്ടു അങ്ങനെ മുന്തിരിങ്ങ അങ്ങനെ ഇടും. അങ്ങനെ ഇട്ടപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെയൊക്കെ ഒരേ സാധനങ്ങൾ ഇടാൻ വേണ്ടി അവന് ചില്ലിന്റെ ഭരണി മേടിക്കുന്നത്. ഇവിടെ എല്ലാത്തിനും ലാഭമുണ്ട്. ആ സെയിം സാധനം 300 രൂപേന്റെ സാധനം നമ്മളിപ്പോൾ മേടിച്ചത് കടയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു 580 രൂപ. അത് ഞാൻ ഇഷ്ടംപോലെ മേടിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഇതിനു മുമ്പ്. നമ്മൾ വെക്കുന്ന കാറ്റ്സ്ക്ലോ ഉണ്ട് കേട്ടോ ചെടി. ഞാൻ അതിന്റെ ഭംഗി കാണിച്ചു തരാം. ഇവിടെ ഒരു വീട്ടിന്റെ ഫ്രണ്ടിൽ വിരിഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. ഈ സെയിം സാധനത്തിന്റെ തൈകൾ നമ്മുടെ അടുത്തുണ്ട്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. ഞാൻ അവിടെ ഇറങ്ങി വീഡിയോ എടുക്കാം കേട്ടോ. അടിപൊളിയാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിച്ചോളൂ കേട്ടോ. അടിപൊളിയാണ് കാറ്റ്സ്ക്ലോ.
ഇത് കണ്ട കൂട്ടുകാരെ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ളൊരു വീടാണ്. അതിന്റെ മുമ്പിൽ എന്തൊരു ഭംഗിയാ നോക്കി, ആ ഒരു മരത്തിലേക്ക് മുഴുവൻ കയറി കിടക്കുക. നമ്മുടെ വീട്ടിൽ ഇതുപോലെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഓടിന്റെ പുറത്തോട്ടും ബാക്കിയുള്ള ചെടികളുടെ പുറത്തോട്ടും എല്ലാം കൂടി കയറ്റി വിട്ടേക്കുന്നത് കേട്ടോ. അടിപൊളിയാണ് കാറ്റ്സ്ലോ. ഇതിന്റെ തൈകൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാ. കണ്ണൊക്കെ നോക്കി അങ്ങ് നിന്ന് പോകും കേട്ടോ. ചെറിയൊരു സ്മെല്ലും ഉണ്ട് തൊട്ടടുത്ത് നിൽക്കുമ്പോൾ. എത്ര കണ്ടാലും മതിയാവില്ല. മഞ്ഞ കളർ നമ്മുടെ മനസ്സിൽ ഒത്തിരി സന്തോഷം കൊണ്ടുവരുന്ന സൈക്കോളജി പറയുന്നത് സത്യം തന്നെ കേട്ടോ. എന്തോരം നോക്കിയിരുന്നാലും മതിയാവില്ല. കണിക്കൊന്നേന്റെ ഒക്കെ ഒരു സമയമല്ലേ ഇപ്പം, അതിന്റെ വേറൊരു വേർഷൻ എന്ന് പറയാം. അതുപോലെ ഉണ്ടാവുന്നത് അടിപൊളിയാണ് എന്തൊക്കെയാണെങ്കിലും കേട്ടോ. ഇതുപോലെ നല്ല ഭംഗിയുള്ള കുറെ ക്രീപ്പർ പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. റിംഗൂൾ ക്രീപ്പർ, ഇത് ഗാർലിക് വൈന്, അങ്ങനെയൊക്കെ. പിന്നെ കമേലിയ പോലെയുള്ള അതിമനോഹരമായ ചെടികൾ നമ്മൾ സെയിലുണ്ട്. നമ്മുടെ ഒരു വാട്സ്ആപ്പ് നമ്പറിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ സെയിൽ ചെയ്യുന്ന എല്ലാ ചെടികളും കാണാം കേട്ടോ. ഇവിടെ വേറെ ഒരു മരം കണ്ടോ, നിറയെ വേരുകളൊക്കെ ആയിട്ട് തൂങ്ങി എന്തൊരു ഭംഗിയാന്ന് നോക്കി. ഇങ്ങനെ പച്ചപ്പും ആ കൂടെ പൂക്കളും ഒക്കെ കൂടി ആകുമ്പോൾ നമ്മുടെ കണ്ണിനും മനസ്സിനും എന്തൊരു സന്തോഷമാണ് അത് തരുന്നതെന്നറിയോ. നല്ല രസമാണ്. അതുകൊണ്ട് എന്തായാലും നമ്മുടെ വീടുകളിൽ കുറച്ച് ചെടികളെങ്കിലും നമ്മൾ പിടിപ്പിക്കണം. അത് നമുക്ക് സൈക്കോളജി പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒത്തിരി സന്തോഷവും സമാധാനവും ഒരു മെന്റൽ റിലാക്സേഷനും ഒക്കെ കൊണ്ടുവരും. അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ കുറച്ച് ചെടികളൊക്കെ മേടിച്ച് നടണം കേട്ടോ. അടിപൊളിയാണ്. ഈ മരത്തിന്റെ വേരും ഈ മഞ്ഞപ്പൂ എല്ലാം കൂടി കണ്ട് കുറെ നേരം ഞാനവിടെ വായി നോക്കി നിന്ന് പോയി കേട്ടോ. എന്തൊരു ഭംഗിയാലേ. അതെല്ലാം ഞാൻ പോയിട്ട് വീഡിയോ എടുത്തിട്ട് വന്ന് അവരോട് ചോദിച്ചിട്ട് അടിപൊളി ഭംഗിയല്ലേ. പിന്നെ ഈ മരം കണ്ടോ, ഇത് പേഴോ അങ്ങനെ ദാലോ പേഴോ എന്തോ ആണ്. ആൽമരം അല്ലാന്ന് തോന്നുന്നല്ലേ. ആൽമരം അല്ലല്ലോ. ഇങ്ങനെ നിറച്ച് വേരല്ലേ അതിന്റെ വേര്. അപ്പുറം കിടക്കുന്ന വെറൈറ്റി ചക്കയാണല്ലോടാ. നീളമുള്ള തേമരിക്കായിരിക്കും അങ്ങനെ. അപ്പൊ അത് നമ്മളെടുത്ത് എന്ത് രസമാണ് കാറ്റ്സ്ലോ പൂത്തെടുക്കുന്നത്. നമ്മുടെ വീട്ടിലേക്ക് ഇതുപോലെ പൂക്കാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ പൂത്ത് തുടങ്ങി. അങ്ങനെയാണ് മുഴുവൻ പന്തല് പോലെയും കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയാവും. പക്ഷെ കൗങ്ങിയിട്ട് കയറ്റി വിട്ടിട്ടുണ്ടോ, ഇല കാണാതെ കാറ്റ്സ്ലോ വിരിഞ്ഞു നിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ തൈകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. റിംഗൂൺ ക്രീപ്പർ ഉണ്ട്, ഇതുണ്ട്, ഗാർലിക് വൈൻ ഉണ്ട്. അങ്ങനെ അടിപൊളി ചെടികളാണ് നമ്മുടെ അടുത്തുള്ളത്. ഇതുപോലെ നല്ല ക്രീപ്പർ പ്ലാന്റുകളാണ് എനിക്കിഷ്ടം. ഇതാകുമ്പോൾ ഒരിക്കലും നശിച്ചു പോകത്തില്ല. അങ്ങനെ കിടന്നോളും കാലം വരെ. അടിപൊളിയായിട്ട് പൂക്കളും ഉണ്ടാവും. കണ്ണെടുക്കാൻ തോന്നത്തില്ല, അത്രയും ഭംഗിയായിട്ട് കിടന്നുള്ളൂ. എങ്ങനെയാണ് കാറ്റ്സ്ലോന്റെ തൈകൾ വേണ്ടവരും ഉടനെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത്. എന്റെ അധികമൊന്നുമില്ല, ഉള്ളത് ഞാൻ പെട്ടെന്ന് നടന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിൽ കയറുന്ന വരെ പച്ചപ്പും വയലും അട്ടിപ്പൊളിയാ പുഴയും എല്ലാം കണ്ട് നമുക്ക് ഒട്ടും ബോറടിക്കില്ല കേട്ടോ. തിരിച്ചു വന്നാലും പോയാലും ഒക്കെ ഇങ്ങനെ കാഴ്ചകൾ കണ്ടിരിക്കുമ്പോൾ എന്ത് രസമാണെന്നറിയോ. മനസ്സ് ഭയങ്കര റിലാക്സ് ആണ്. ആ കൂടെ വണ്ടിയിലെ പാട്ടും എല്ലാം കൂടി ആകുമ്പോൾ അടിപൊളിയാണ് ഓരോ യാത്രയും. പിന്നെ വന്നിട്ട് പെട്ടെന്ന് പുളിയെല്ലാം എടുത്തു വെച്ചു. പിന്നെ പെട്ടെന്ന് ഡിന്നർ ഉണ്ടാക്കി കഴിച്ചു, കുളിച്ചു, കിടന്നുറങ്ങി. അങ്ങനെ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. രാവിലെ നമ്മൾ എണീക്കുമ്പോൾ ദാ എൻ്റെ മിലോ കുഞ്ഞ് ഇതുപോലെ എനിക്ക് കാവലായിട്ട് ഇങ്ങനെ നമ്മുടെ തലവണയൊക്കെ വെക്കുന്ന എൻ്റെ മുകളിലുള്ള തട്ടിൻ്റെ അവിടെ ഇങ്ങനെ കിടപ്പുണ്ടാവും കേട്ടോ. അവിടെ എനിക്കിങ്ങനെ കാവൽ കിടക്കും കേട്ടോ. രാവിലെ നമ്മൾ എണീക്കുന്ന കൂട്ടത്തിൽ തന്നെ അത് പാവം ചാടി എണീക്കും കേട്ടോ. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഇച്ചിരി കൂടെ അമ്മയ്ക്ക് ഉറങ്ങിക്കൂടെ എന്നുള്ള മട്ടിലാണ് നോക്കുന്നതിന്. ഉറക്കം മതിയാത്തേ ഇല്ല കേട്ടോ. അങ്ങനെയാണ്. എന്നാലും എൻ്റെ കൂടെ എണീറ്റിട്ട് നേരെ പിന്നെ ഞാൻ ബ്രഷ് ചെയ്യാൻ പോകുമ്പോൾ ബാത്റൂമിന്റെ മുമ്പിൽ വന്ന് അവിടെ കാവൽ നിൽക്കും. അത് കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് പോകുമ്പോൾ എൻ്റെ കൂടെ പിന്നെ കിച്ചണിലേക്ക് പോരും. ഇത് എവരിഡേ ഉള്ള പ്രോസസ്സാണ് കേട്ടോ. അപ്പൊ ഈ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം. അപ്പൊ ശരി കൂട്ടുകാരെ, നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഒക്കെ വേണമെങ്കിൽ പെട്ടെന്ന് വാട്സപ്പിലേക്ക് പോരെ. ബാക്കി വിശേഷങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ കാണാം കേട്ടോ. അപ്പൊ ശരി, ടാറ്റാ. നല്ലൊരു പ്രഭാതത്തിലേക്ക് നമ്മൾ വന്നേക്കോണം. ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ.